വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നെല്ലിക്ക വെച്ചിട്ട് നമ്മൾ മുളകൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് ഒരു അടിപൊളി കിടുക്കാച്ചി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് 1 കിലോ നെല്ലിക്ക, ഇച്ചിരി ഒരു വലിയ നെല്ലിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇടത്തരം ഒരു വലിയ നെല്ലിക്കയാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വൈറ്റ് വര കാണുന്നുണ്ടല്ലോ, ഈ വരയിലോട്ട് നമ്മൾ ജസ്റ്റ് കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. കാരണം നമ്മളിത് ചൂടുവെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് കാരണം അതിൽ ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് കണക്ക് എല്ലാ നെല്ലിക്കയും ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അടുത്ത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ് ആ വെള്ളത്തിന്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് വന്നിട്ട് ആ വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഉപ്പ് നന്നായിട്ട് മുന്തി നിൽക്കണം, എന്നാലേ നെല്ലിക്കയിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നെല്ലിക്കയെല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നെല്ലിക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അടച്ച് വെച്ചിട്ട് ഇന്ന് അടച്ച് വെച്ചിട്ട് നാളെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് അടച്ച് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് വന്നിട്ടുണ്ട്. നെല്ലിക്കയൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ഇരിപ്പുണ്ട്. ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ എല്ലാം മാറ്റിയിട്ട് വരാം. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ കത്തി കൊണ്ട് നമ്മൾ നേരത്തെ വിണ്ട് കീറിയായിരുന്നല്ലോ, ആ കീറിയ ഭാഗത്തേക്ക് ജസ്റ്റ് കത്തി വെച്ച് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതിയാവും. നമുക്കെല്ലാം പീസായിട്ട് കിട്ടും. അപ്പോൾ ഈ പീസ് വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഇച്ചിരി ഇടത്തരം വലിയ പീസസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ രണ്ടായിട്ട് വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാറിടുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ആ പാനിലേക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഏത് എണ്ണയായിരുന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 2-3 വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കറിവേപ്പില ഉണ്ടല്ലോ, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്താണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഒരു 50 ഫ്ലെയിം ആ സമയം കൊണ്ട് ലോയിൽ നന്നായിട്ട് തീരെ ലോയിലോട്ടാക്കി കൊടുക്കാം. ഒരു 50 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുള്ളതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും അടുത്ത് ഒരു 1/2 ടീസ്പൂണോളം അളവ് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണവും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ആ എണ്ണയൊക്കെ ഇടുന്നിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മൾ കാശ്മീരി മുളകിന് പകരം സാധാരണ മുളക് പൊടിയും ചേർക്കാവുന്നതേ ഉള്ളൂ. അടുത്ത് ഞാനൊരു 1/2 ടീസ്പൂണോളം അളവ് കടുക് ജസ്റ്റ് പാനിലിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് 1/4 ടീസ്പൂണോളം അളവ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം അളവ് കായത്തിൻ്റെ പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ശരിക്കും നല്ല മണം തന്നെ ഇപ്പം വരും, നമ്മൾ കായവും എല്ലാം കൂടെ ചേർത്തത് കാരണം. പിന്നെ ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്ത് നമ്മൾ ചിലപ്പം വൈറ്റ് വിനെഗർ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വൈറ്റ് വിനെഗർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഒരു 3-4 ടേബിൾ സ്പൂൺ വൈറ്റ് വിനെഗർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അത് ആഡ് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ ഒരു പുളിപ്പ് രസവും എല്ലാം കൂടെ ഒന്ന് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ പെട്ടെന്ന് ചീത്തയാവത്തില്ല. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് അത് ഈ വൈറ്റ് വിനെഗർ എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാവണം കേട്ടോ. ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നെല്ലിക്ക പീസസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതെല്ലാം നന്നായിട്ട് ആ മുളകൊക്കെ ഈ നെല്ലിക്കയിലോട്ട് നന്നായിട്ട് പിടിക്കണം കേട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കുക. കാരണം ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് ജസ്റ്റ് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് വന്നിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഇരുന്ന് വരുംതോറും അതിലേക്ക് നന്നായിട്ട് എരിവ് കൂടി തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക മുളകിട്ട് ചതച്ചത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.